ഹല്ലേലൂയ. സ്തോത്രം. ദൈവത്തിന് മഹത്വം. എല്ലാ ദൈവമക്കൾക്കും കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്ന് ഞാൻ വായിക്കാൻ പോകുന്നത് സങ്കീർത്തനം 17 എല്ലാവരും ശ്രദ്ധയോടെ കേൾക്കുക, അനുഗ്രഹം പ്രാപിക്കുക. യഹോവേ, ന്യായത്തെ കേൾക്കണമേ, എൻ്റെ നിലവിളിയെ ശ്രദ്ധിക്കണമേ. കപടമില്ലാത്ത അധരങ്ങളിൽ നിന്നുള്ള എൻ്റെ പ്രാർത്ഥനയെ ചെവിക്കൊള്ളണമേ. എനിക്കുള്ള വിധി നിൻ്റെ സന്നിധിയിൽ നിന്ന് പുറപ്പെടട്ടെ. നിന്റെ കണ്ണ് നേർ കാണുമാറാകട്ടെ. നീ എൻ്റെ ഹൃദയത്തെ ശോധന ചെയ്തു, രാത്രിയിൽ എന്നെ സന്ദർശിച്ചു. നീ എന്നെ പരീക്ഷിച്ചു, ദുരുദ്ദേശമൊന്നും കണ്ടെത്തുന്നില്ല. എൻ്റെ വായി ലംഘനം ചെയ്യുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. മനുഷ്യരുടെ പ്രവൃത്തികളെ കണ്ടിട്ട് ഞാൻ നിന്റെ അധരങ്ങളുടെ വചനത്താൽ നിഷ്ഠൂരൻ്റെ പാതകളെ സൂക്ഷിച്ചൊഴിഞ്ഞിരിക്കുന്നു. എൻ്റെ നടപ്പ് നിന്റെ ചുവടുകളിൽ തന്നെ ആയിരുന്നു, എൻ്റെ കാൽ വഴുതിയതുമില്ല. ദൈവമേ, ഞാൻ നിന്നോട് അപേക്ഷിച്ചിരിക്കുന്നു, നീ എനിക്ക് ഉത്തരമരുളുമല്ലോ. നിന്റെ ചെവി എങ്കലേക്ക് ചായിച്ച് എൻ്റെ അപേക്ഷ കേൾക്കണമേ. നിന്നെ ശരണമാക്കുന്നവരെ, അവരോട് എതിർക്കുന്നവരുടെ കയ്യിൽ നിന്ന് നിന്റെ വലങ്കയ്യാൽ രക്ഷിക്കുന്നവനായുള്ളോവേ, നിന്റെ അത്ഭുത കാരുണ്യം കാണിക്കണമേ. കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ എന്നെ കാക്കണമേ. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. ദൈവത്തിന് മഹത്വം. ഹാലേലൂയ, ഹാലേലൂയ. സ്വർഗീയ പിതാവിന് മഹത്വം, മഹത്വം, മഹത്വം. ഹാലേലൂയ. എൻ്റെ പാറയും എൻ്റെ വീണ്ടെടുപ്പുകാരനുമായ യഹോവേ, എൻ്റെ വായിലെ വാക്കുകളും എൻ്റെ ഹൃദയത്തിലെ ധ്യാനവും നിനക്ക് പ്രസാദമായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ. എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെ മഹത്വത്തോട് തൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുവേശുവിൽ പൂർണ്ണമായി തീർത്ത് തരും. ആമേൻ, ആമേൻ. ഹാലേലൂയ, ഹാലേലൂയ. സ്വർഗീയ പിതാവിന് മഹത്വം, മഹത്വം, മഹത്വം. ഹാലേലൂയ. ആമേൻ, ആമേൻ, ആമേൻ. ദൈവത്തിന് മഹത്വം. ആമേൻ, ആമേൻ, ആമേൻ.